പുതുക്കാട് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഫ്യൂച്ചർ പുതുക്കാട് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. സമസ്ത മേഖലകളിലും 30 മുതൽ 50 വർഷം വരെ മുന്നിൽ കണ്ട് ദീർഘവീക്ഷണമുള്ള പദ്ധതികളാണ് നാടിനാവശ്യമെന്ന് കെ രാമചന്ദ്രൻ MLA പറഞ്ഞു. പുതുക്കാട് വ്യാപാര ഭവൻ ഹാളിലാണ് ഫ്യൂച്ചർ പുതുക്കാട് ഫേസ് ടു ഫേസ് സംവാദം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം പുതുക്കാട് മണ്ഡലത്തിൽ MLA നടപ്പിലാക്കിയ പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും അടുത്ത 5 വർഷക്കാലം നടപ്പിലാക്കേണ്ട പുതിയ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വിവിധ മേഖലകളിലുള്ളവർക്ക് അവസരം നൽകുകയുമായിരുന്നു പരിപാടിയുടെ ഉദ്ദേശം. വ്യാപാരികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ MLAയുമായി പങ്കുവച്ചു. ദേശീയപാത വികസനം, കുടിവെള്ളം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ആവശ്യങ്ങൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ സംവാദത്തിൽ ചർച്ചയായി. സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കുകയും അതിന് ഫിൽറ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് കുടിവെള്ളം നല്ല രീതിയിൽ നൽകുന്നതിനുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും ഒരു പദ്ധതി തയ്യാറാക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെയാണ് സ്കൂളുകളിൽ സോളാർ സിസ്റ്റം നടപ്പിലാക്കിയ ഒരുപാട് പൈസ നമ്മൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ അവിടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ചാറ്റുകുളംപാട്. ആറേശ്വരം മലയുടെ താഴ്വാരത്ത് അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് ചാറ്റുകുളംപാട്. ഇപ്പോൾ അത് ഈ പുതിയ കാലഘട്ടത്തിൽ റീൽസൊക്കെ വന്നതോടുകൂടി നിരവധി കോളേജ് വിദ്യാർത്ഥികൾ കൂട്ടം കൂട്ടമായി അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിരവധിയായ ഷൂട്ടിങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ചിമ്മിനി ഇക്കോ ടൂറിസം പോലെ തന്നെ ഒരു ഹോം ടൂറിസം പദ്ധതി ഇവിടെ നടപ്പിലാക്കിയാൽ അത് നമ്മുടെ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറുന്നതിന് ഏറെ സഹായകമാണ്. ജിയോഗ്രഫി ആയാലും മറ്റ് ഹിസ്റ്ററി ആയാലും ഒക്കെ പഠിക്കാൻ നേരിട്ട് പോയി കുട്ടികൾക്ക് അങ്ങോട്ട് പോകേണ്ട, നമ്മളൊന്നും ക്ലാസ് റൂമിൽ നിന്ന് ഇരുന്ന് പഠിക്കാനുള്ള ഒരു ആശയമാണ് ER ലാബ്. ചില സ്കൂളുകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ. അത് നമുക്ക് നമ്മുടെ മണ്ഡലത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കിയാൽ നന്നായിരിക്കും. വീണ്ടും MLAയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ട വിഷയങ്ങളിൽ ഉൾക്കൊള്ളാവുന്നവ പരിഗണിച്ച് നടപ്പിലാക്കുമെന്ന് കെ രാമചന്ദ്രൻ പറഞ്ഞു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇപ്പം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുകയാണല്ലോ. കഴിഞ്ഞ തവണ മത്സരിച്ചു, വിജയിച്ചു. 5 വർഷം നടപ്പിലാക്കാൻ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, നടപ്പിലാക്കിയ കാര്യങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു. ഇനി ഇവിടെ ഇലക്ഷനൊന്നും ജയിച്ചാൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഒരു അടച്ചിട്ട മുടിയിലിരുന്ന് എഴുതി തീരുമാനിക്കുകയല്ല. ജനാധിപത്യപരമാവാൻ, ജനങ്ങളെ കേൾക്കാൻ തയ്യാറായതിൻ്റെ 2ാം ഘട്ടമാണ് ഇത്. 1ാം ഘട്ടം ഞങ്ങൾ ഓൺലൈനിലൂടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. കുറേയേറെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യരംഗത്ത് ഒക്കെ പുതിയ കാലത്തിനനുസരിച്ചുള്ള കായിക മേഖലയിൽ ഉൾപ്പെടെ പുതിയ നിർദ്ദേശങ്ങൾ അതിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ സംവാദത്തിൻ്റെ ഭാഗമായി പുതിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. കൂടുതൽ നിർദ്ദേശങ്ങൾ വരും. ആ നിർദ്ദേശങ്ങളെല്ലാം എടുത്ത് ചർച്ച ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ നിർദ്ദേശങ്ങളും ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവും, പറ്റുള്ളൊന്നുമില്ല. അപ്പോൾ നടപ്പാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചർച്ച ചെയ്ത് ഒരു മാനിഫെസ്റ്റോ ആക്കി ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ, MLA ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത്.